ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ജപ്പാനീസ് സ്ക്വയറിലോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ വെച്ചുണ്ടായ അപ്രതീക്ഷിതമായ ഒരു അനുഭവമാണ്. അപ്പോൾ വഴിയോരങ്ങളിലെ ജപ്പാനീസ് മസാജ് പാർലറുകളും അവിടെ നടക്കുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. പിടിച്ചോ ഓടി രക്ഷപ്പെട്ടു വന്ന് ഒരുത്തി ഇവിടെ പിടിച്ചിരിക്കുന്നേ, ഒരുത്തി ഇവിടെയും പിടിച്ചിരിക്കുന്നേ, വലിച്ചുണ്ടോവാ ഒരുത്തി ഷർട്ടുമെങ്കിലേ. അപ്പോൾ നമ്മൾ വിയറ്റ്നാമിൻ്റെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഹോച്ചിങ് മിൻ സിറ്റി. പണ്ട് ഇതിൻ്റെ പേര് സൈഗോൺ എന്നായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് ഹോച്ചിങ് മിൻ സിറ്റി എന്നാക്കിയത്. അപ്പോൾ സൈഗോൺ എന്ന് പറഞ്ഞാൽ ഈ സെയിം സ്ഥലം തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആണ് ഇപ്പോൾ ഉള്ളത്. ഇതുണ്ടോ, വാവ്. ഇത് ഇവിടുത്തെ ഒരു ഇൻഡിപെൻഡൻസ് പാലസ് എന്നാണ് പറയുക. അതായത് വിയറ്റ്നാം വാർ ഉണ്ടായ സമയത്ത് സൗത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗവർണർ പ്രസിഡൻ്റൊക്കെ നിന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ആ പാലസാണിത്. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. നമ്മൾ നോക്കി ഇങ്ങോട്ട് പോകാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഇതിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജപ്പാനീസ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ജപ്പാന്, കൊറിയ ആ ഭാഗങ്ങളിലുള്ള ആൾക്കാർ വന്നിട്ട് ആ ഒരു സ്ട്രീറ്റ് അവരെ സ്ട്രീറ്റാക്കി മാറ്റി. ഫുൾ സ്ഥലം എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജപ്പാനിലെ ടോക്കിയോയിലൊക്കെ പോയ പോലെ കാണുന്നതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടത്. ഇനി അവിടെ പോയിട്ട് എന്താണ് അവസ്ഥ നോക്കാട്ടോ. ഇത് കുറച്ചൊരു പോഷ് ലൈഫുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ സംഭവം ഇവിടുത്തെ ഒരു പാലസ് ആണല്ലോ, അതിന് ഷോറൂം റോൾസ് റോയ്സ് ഗോസ്റ്റ്. ഒരു കിഡിലൻ സാധനം അതാ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും രസം ഷോറൂം. അവിടെ ഒരു ഫാൻഡും വെച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ സെലക്ഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ. വിയറ്റ്നാം എന്ന് വിചാരിക്കുന്ന നേരം ഒരു ലോക്കൽ സിറ്റി ആണെന്നൊന്ന് വിചാരിക്കാൻ കേട്ടോ. ഇവിടെ നിങ്ങൾ കണ്ടില്ല, കിടിലം ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല ലൈറ്റിങ്ങും നൈറ്റ് ലൈഫിന് അറിയപ്പെട്ട ഒരു രാജ്യം കൂടി കേട്ടോ വിയറ്റ്നാം. അതുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരങ്ങളിലോട്ട് ഷൂട്ടിംഗ് അധികം മാറ്റുന്നത്. ഗൈസ്, ഫൈനലി നമ്മൾ ആ സ്പീഡിലെത്തിട്ടോ. ഇവിടെ വീഡിയോ എടുക്കുന്നവരൊക്കെ ക്യാമറ ഒക്കെ നല്ലോണം ഹോൾഡ് ചെയ്ത് പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും. കാരണം ഇവിടെ ഭയങ്കരമായിട്ട് സ്കാമും പിന്നെ ഈ പിറ്റ് പോക്കറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ. ഇതാണ് ആ ജപ്പാനീസ് സ്ട്രീറ്റ്. ഇതാക്കണം ഇവിടെ കണ്ടില്ല, ആ സ്ഥലങ്ങളെ പേരും കാര്യങ്ങളിലൊക്കെ കുറേ ജപ്പാനിൻ്റെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വിയറ്റ്നാമീസും ജപ്പാനീസും ഏകദേശം ഒരേപോലെ ഉണ്ടല്ലേ യാസിനിക്ക? ഞങ്ങളിവിടെ കുറച്ചിങ്ങനെ നടന്നിട്ടോ, ഈ സ്ട്രീറ്റിൽ കൂടെ നടന്ന്. സ്ട്രീറ്റ് ഭയങ്കര ഡേഞ്ചറസ് സ്ട്രീറ്റ് കേട്ടോ. ഞങ്ങൾ അവിടെ ക്യാമറ ഇവിടെ പോക്കറ്റിൽ ഇട്ട് നടക്കട്ടോ. യാസിൻ ഷർട്ട് ഇട്ടുകൊണ്ട് ചിലത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാക്കണം അവിടെ കാണിച്ചു തരട്ടോ, ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരട്ടോ. ആ വെള്ള ഡ്രസ്സ് ഇട്ട് ഇതാക്കണം, ഓരോരുത്തന്മാരെ പിടിച്ചു കൊണ്ടുപോകുന്ന ഞങ്ങൾ കണ്ടില്ല. എൻ്റെ മോനെ ഒരാളെ അവിടെ നിന്ന് ഞെക്കി കണ്ടോ, കയറ്റി ഇതാക്കുന്നത്. ഞങ്ങൾ വെറുതെ പറയുന്നല്ല, അയാൾ അതിൻ്റെ ഉള്ളിൽ കിട്ട്, അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് അതിൻ്റെ ഉള്ളിൽ കിട്ടിട്ടോ. ഇവിടെ ഭയങ്കര സീനാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് അതിലെങ്ങനെ അങ്ങോട്ട് നടക്കാൻ പറ്റൂല, അത്ര സീനാണ്. യാസീനെ പിടിച്ചു കേട്ടോ.
ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വന്ന്. സീനല്ലേ? ഇല്ല, പെണ്ണുങ്ങളെ പിടിച്ചിട്ടേ ഒരുത്തി ഇവിടെ പിടിച്ചിരിക്കുന്നേ, ഒരുത്തി ഇവിടെയും പിടിച്ചിരിക്കുന്നേ. വലിച്ചുണ്ടോവാ ഒരുത്തി ഷർട്ട് മെങ്കിലെ എന്നിട്ട് ഫുൾ ബോഡി മസാജ് $40, VIP റൂം വിത്ത് റൂം പിന്നെ $60. $60 കേട്ടോ. എന്റെ പൊന്നോ, പറഞ്ഞ എക്സ്പെൻസീവ് ആണ്. അപ്പൊ എന്നോട് പറഞ്ഞു നോ എക്സ്പെൻസീവ്, 2 ഗേൾസ് ഇതൊക്കെ. അതന്നെ നമ്മള് ഫസ്റ്റ് ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന ഒരു വീഡിയോ ഞങ്ങൾ കണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ നല്ല പേടി. ഒരിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി, പക്ഷെ അന്നേരം ഷൂട്ടൊന്നും ചെയ്തില്ലായിരുന്നു. അത് യാസിനിക്ക ഷൂട്ട് ചെയ്ത് നശിപ്പിച്ചതാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അവരും ഇങ്ങോട്ട് വരൂല. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹോച്ചിങ് മിൻ സിറ്റി സൈഗോൺ സിറ്റി സെന്ററിലാണ്. ക്യാമറ ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട് അല്ലേ. അപ്പൊ സിറ്റി സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നടുവ് തന്നെ അവിടെ ലോട്ടസ് ഇവരെ ദേശീയ ഫ്ലവർ അല്ലേ? നമ്മൾ ഇന്ത്യ പോലെ തന്നെ വരും. ഇന്ത്യയിലും ലോട്ടസ് തന്നെയാണ് ദേശീയ ഫ്ലവർ. അതിൻ്റെ നല്ലൊരു എന്താ വൈകുന്നേരം ഒരു ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. കുറെ പേര് അവിടെ ഇവിടെയൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. അധികം ഇവിടെ കപ്പിൾസ് ആയിട്ട് വരുന്നവരാണ് സേഫ് കേട്ടോ. കാരണം കപ്പിൾ അല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായപ്പോഴത്തെ ഇതേപോലത്തെ അനുഭവങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും. കപ്പിളായിട്ട് വരുന്നവരെ ഇവർ ശല്യപ്പെടുത്താൻ പോകുന്നില്ല അല്ലേ? ഇല്ല. പിന്നെ ഈ ഇവിടെ ഹോച്ചിമിൻ സിറ്റിയിൽ സിംഗപ്പൂർ ഉള്ള പോലെ തന്നെ ഇതുണ്ട് സിറ്റി ടൂർ ബസ്. ഇതിന് എത്ര ആയിരുന്നടാ? 2000 രൂപ. ഇവിടുത്തെ 3 ലക്ഷം രൂപ എങ്ങനെയാണ് സിറ്റി ടൂർ മൊത്തം ഉണ്ടാവും ഈ ബസ്സിൽ. പിള്ളേരൊക്കെ മറ്റേ സ്കേറ്റിംഗ് ബോർഡ്. ഇത് നല്ല രസമാട്ടോ. കാരണം ഒരു സിറ്റിന്റെ മെയിൻ സെന്റർ ആണ് ഇത് ഹോച്ചിങ് മിൻ സിറ്റി. ഇപ്പോൾ പണ്ട് സൈഗോൺ എന്നായിരുന്നു പറയല്, ഇപ്പോൾ ഹോച്ചിങ് മിൻ സിറ്റി. ആ സിറ്റിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു പാർക്ക്, ലൈക്ക് നമ്മളെ പോലത്തെ ഈ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് വൈകുന്നേരം ഹാങ് ഔട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കുറെ ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതേപോലുള്ള സംഭവമാണ് ഇവിടെ. അടിപൊളി. ഗായ്സ്, ഒരു ജീവനുള്ള മനുഷ്യനെ നിൽക്കണ അനങ്ങുന്നില്ല കേട്ടോ. എമ്മാതിരില്ല. അവിടെ ഒരാൾ നിൽപ്പുണ്ട്. കൊറേ സ്ഥലത്തുണ്ട്, 1 2 3 അനങ്ങാതെ നിൽക്കുന്നു. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് സൈഗോണിലത്തെ, അതായത് ഹോച്ചിങ് മിൻ സിറ്റിൻ്റെ പാർട്ടി ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ. ആ സ്ട്രീറ്റിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. കണ്ടാൽ ഞെട്ടുട്ടോ. ഞങ്ങളിത് ഇന്നലെ രാത്രി കണ്ട് കിളി പോയതാണ്. ഞാൻ ക്യാമറ തിരിച്ചിട്ട് കാണിച്ചു തരാം സംഭവം. ഇവിടുന്ന് നോക്കുന്നവർ ഒന്നും ഉണ്ടാവില്ല. അതാകണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബൂയിവൻ വാക്കിംഗ് സ്ട്രീറ്റ് എന്നാണ് സ്ട്രീറ്റിൻ്റെ പേര് കേട്ടോ. ഈ സൈഡിലൊക്കെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്കുള്ള അവരുടേതായ കുസിൻസ്, അതായത് അവരുടേതായ ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ശരിയല്ലേ? ഇവിടെ ഒന്നും ആളില്ല കേട്ടോ. ഈ കടയിൽ നല്ല തിരക്കുണ്ട്, ഈ കടയിൽ തീരെ തിരക്കില്ല. അതെന്തായിരിക്കും? ഇവിടെ പൈസ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ആൾക്കാരോടെ കുറവായിരിക്കും. പൈസ കണ്ടോ, ഫുൾ സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ടൈഗർ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മെയിൻ ഫേമസ് ആയ ബീറാണെന്ന് തോന്നുന്നു അല്ലേ? ഇന്ത്യയിൽ കിംഫിഷർ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ മെയിൻ ബീറാണ് ഈ ടൈഗർ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. സൗണ്ടൊക്കെ കിട്ടിയിട്ടില്ലേ? നമ്മളെങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു താജ്മഹൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതിലൂടെ കണ്ടുപിടിച്ചാണ് ഞങ്ങൾ ഇവിടെ ഈ ഏരിയ. ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഇത് ഏരിയ കണ്ടത് കേട്ടോ. ഷൂട്ട് ചെയ്ത് എങ്ങനെ പോകാം? ഓരോ ഡാൻസ് ഈ സൈഡിൽ അതൊക്കെ പബ്ബാണ് തോന്നുന്നേ. പാർട്ടി എടുക്കുന്നത്
നമ്മൾ ക്യാമറ ഇല്ലാതെ കൊണ്ട് പോലെ നമ്മളടുത്തേക്ക് വന്നില്ലായിരുന്നോ ഇവിടെ അത് വരാത്ത ഡാൻസ് ഇത് പരിപാടി തുടങ്ങുന്നേ ഉള്ളൂ. കണ്ടോ നമ്മളെ ക്യാമറ കണ്ടപ്പത്തിന് എല്ലാവരും മുഖം പൊത്തിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. ക്യാമറ കാണുന്നവരെല്ലാവരും മുഖം കവർ ചെയ്താണ് കേട്ടോ. ഇത് ഫുള്ള് അതിൻ്റെ തന്നെ. ഇതേതാ മംഗോയി 2 എന്ന് പറയുന്നത്. ഇന്നെ അവിടുന്ന് തോണ്ടി വിളിച്ചേ. ഞാൻ ക്യാമറ ഇങ്ങനെ ഒറ്റ തിരിക്കല്. അപ്പോൾ ഒന്നുമില്ല പോയി. ശീശയൊക്കെ വലിക്കുന്ന പരിപാടി. ക്യാമറ ആണല്ലേ അവിടെ അപ്പോൾ സെക്യൂരിറ്റി. ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് ക്യാമറ ഹൈഡ് ചെയ്ത് പിടിച്ച് വരാം കേട്ടോ. അപ്പോൾ അങ്ങ് കാണാം. ഇവിടെ പാർട്ടി ശരിക്കും തുടങ്ങിയില്ല എന്ന് തോന്നുന്നു. കുറച്ചുകൂടി കഴിഞ്ഞാലാണ് പാർട്ടി തുടങ്ങുക. ഈ ഫ്ലോറിലൊക്കെ ഇവിടെ വൻപൻ ഡാൻസ് പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കും. അതൊക്കെ നമ്മൾ കാണണം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ഒരു ചിന്ന വീഡിയോ ആണ്. അപ്പോൾ സംഭവം ഞങ്ങളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതല്ല. ഞങ്ങൾ ഇവിടുന്ന് നമ്മളിങ്ങനെ യൂട്യൂബിലും കുറച്ച് ഗൂഗിളിലൊക്കെ തപ്പി ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ജപ്പാൻ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ജപ്പാനീസും പിന്നെ കുറേ കൊറിയക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ. അങ്ങനെ അവിടുത്തെ ബിൽഡിങ്ങുകളും എല്ലാം കൊറിയൻ സ്റ്റൈലില് അവിടെ സൗത്ത് കൊറിയയിലും നോർത്ത് കൊറിയയിലൊക്കെ കണ്ട പോലെ തന്നെ ഫുള്ള് അതിൽ കൊറിയൻ ലാംഗ്വേജിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടില സ്ട്രീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. യെസ്. അപ്പം നമ്മളെന്താ വിചാരിച്ച കുറെ BTS ഫാൻസ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെ നാട്ടില്. അപ്പോൾ കുറെ പേര് ഇങ്ങനെ കമന്റ് അടിക്കും കൊറിയ പോകണമെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പോയപ്പോൾ അവിടെ നടന്നത് വേറെയാണ്. കാരണം ആ സ്ട്രീറ്റ് മൊത്തം ഇങ്ങനത്തെ ഒരു മസാജും പിന്നെ ഏരിയ ആയിരുന്നു. ഞങ്ങളിങ്ങനെ നടക്കട്ടെ, ഞാനും ഫായിസൊക്കെ ആദ്യം അന്ന് ഷൂട്ടിംഗ് ഒന്നുമില്ല. ഞങ്ങൾ പിന്നെ ആദ്യം ഞങ്ങളൊരു സ്ഥലം ഒന്ന് കണ്ട് കറങ്ങിയതിന് ശേഷമാണ് ഷൂട്ട് ചെയ്യുക. എങ്ങനെ ഷൂട്ട് ചെയ്യണം ചില സമയത്ത് അങ്ങനെ നോക്കും. നൈറ്റ് ലൈഫ് ആയപ്പോൾ വെളിച്ചൊക്കെ ഉണ്ടോ നോക്കണേ. അങ്ങനെ ഞാൻ ഫായിസ് ഇങ്ങനെ നടക്കുമ്പോൾ ഫായിസിനെ പിടിക്കുക ഒരു ഫസ്റ്റ് തന്നെ. അപ്പൊ ഞങ്ങൾ നെട്ടി, ഇതെന്താ സംഭവം ഇവിടെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഞങ്ങൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയത്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കണ്ടപ്പോ അത് നിങ്ങളെ കൂടി കാണിക്കാന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ നിന്നും ഒരിക്കലും നടക്കൂല. അങ്ങനെ നമ്മൾ കേട്ട് പരിചയം പോലില്ല സംഭവമാണ്. ഇതിങ്ങനെ പിടിച്ചു വലിച്ചിങ്ങനെ കൊണ്ടുപോയി ഇവിടുത്തെ കോമൺ തിങ് ആണ്. ഞാൻ ഇവിടെ ഉള്ള മറ്റേ മൂപ്പരോടൊക്കെ ഇതൊക്കെ കോമൺ ആണ്. ഇവിടെ എല്ലാ ലൈഫും ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ജീവിച്ചു പഠിച്ചത്. ഇവരുടെ കൾച്ചർ അതാണ്.
ഞങ്ങൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും പറഞ്ഞു നിങ്ങൾ എന്ത് കാണുന്നു അത് മൊത്തമായിട്ട് വീഡിയോ ആക്കി ഇടണം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു കൾച്ചർ കണ്ടു, ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ട് എന്ന് കണ്ടു, അതങ്ങോട്ട് കാണിച്ചു, അത്രേ ഉള്ളൂ. കമന്റ് ഞങ്ങൾ കുറെ പ്രതീക്ഷിക്കുന്നുണ്ട്, അതെന്തായാലും നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടാണ് നിങ്ങൾ കമന്റ് ചെയ്യുന്നത്, അത് നിങ്ങളെ ഇഷ്ടം. വീഡിയോ ഇടാനുള്ളത് നമ്മളെ ഇഷ്ടം, പ്രതികരിക്കേണ്ടത് നിങ്ങളെ ഇഷ്ടം. ആയിക്കോട്ടെ, അത് അങ്ങനെ ആയിക്കോട്ടെ. തെറി കേക്കട്ടെ, തെറി പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഇവിടെ ഉള്ള സംഭവമാണ്, അത് കാണിച്ചു. ഞങ്ങളെ തെറി പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ കാണിക്കാണ്ട് നിൽക്കുന്നുമില്ല, ഇവിടെ കാണുന്ന ഞങ്ങൾ. അല്ല, ഇനി മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ തരം വീഡിയോസ് എന്താണോ ഞങ്ങൾ കാണുന്നത് അത് ഞങ്ങളിൽ എത്തിക്കുക. കാരണം നമ്മള് ഇന്ത്യയിൽ യാത്ര ചെയ്തിരുന്നൊന്നും കണ്ടില്ലായിരുന്നു അന്നൊക്കെ, അന്ന് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇവിടെ യാത്ര ചെയ്യുന്നവർ ഇത് കണ്ടു. പിന്നെ നാളത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിഡിലെ സാധനമാണ് വരാൻ പോകുന്നത്. നാളെ പാമ്പറച്ചി കറി വെച്ച് കഴിക്കുന്നുണ്ട് ഞങ്ങള്. പൊടി സാധനം കേട്ടോ, പാമ്പറച്ചി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മളെന്താ പറയാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല, ലെവല് സാധനമാണ്. ഇന്ത്യയിൽ അത് നടക്കൂല കേട്ടോ. നിങ്ങൾ അവിടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ കണ്ടിട്ടും നാളത്തെ വീഡിയോ കാണാൻ കടന്നിട്ടൊന്നും അവിടെ പോയി പാമ്പിനെ പിടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലാവും, മനുഷ്യന്മാരെ കൊന്നേക്കാണ്ടി വലിയ സീനായിരിക്കും. അതുപോലെ നിങ്ങൾ എല്ലാവരുടെ കമന്റിനും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ എല്ലാവരും അത്യാവശ്യം പോസിറ്റീവ് കമന്റ് ആണ്. അപ്പം ജയ് കിസാൻ, ജയ് ജവാൻ. അപ്പം ബാക്ക് ടു അവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ പണ്ടത്തെ. അപ്പം ഗൈസ്, ഇതൊക്കെ കഴിഞ്ഞ് 2-3 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ നോർത്ത് വിയറ്റ്നാമിലെ ഗ്രാമങ്ങളിലോട്ടുള്ള യാത്ര, ഞങ്ങളെ ബൈക്ക് റൈഡ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനോട്ടുള്ള ഫുൾ തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അത് പൊളിക്കണം. നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മളെ ഒരു വേറെ ഒരു ഇതിലും നമ്മൾ സെർച്ച് ചെയ്തതിൽ കണ്ടിട്ടില്ല, അങ്ങനത്തെ മലയാളം വ്ലോഗുകൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഞങ്ങളൊരു ഡ്രീം പ്ലാൻ ആണ്, വിയറ്റ്നാമിൽ വന്നിട്ട് അത് ചെയ്യാൻ. ചൈനയുടെ ബോർഡർ കൂടെ പോവാ, ബോർഡർ കൂടെ പോവാ, കംബോഡിയന്റെ ബോർഡർ കൂടെ. ചൈന ബോർഡറാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ചൈനന്റെ ഏറ്റവും സെൻസിറ്റീവ് ബോർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉള്ള കുറെ ജനങ്ങളുണ്ട്. നമ്മളൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഈ 21st സെഞ്ചുറിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ ടൈപ്പ് ഓഫ് ജനങ്ങളുണ്ട്. അവരുടെ കൂടെ ഒക്കെ പോയിട്ട് നമ്മൾ ജീവിക്കണം. കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിൽ നമുക്ക് ഇനി അത് കാണാൻ പറ്റില്ല. നമ്മൾ സീറോ വാലിയിലൊക്കെ കണ്ട് ആ ഒരു ടൈപ്പ് പണ്ടത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വൻ കൾച്ചറൽ വീഡിയോസ്. ഇപ്പോഴുള്ള കുറച്ച് പ്രായമുള്ള മനുഷ്യന്മാര് മരിച്ചു കഴിഞ്ഞാല് പിന്നെ കൾച്ചർ ഇല്ല, യങ് ജനറേഷൻ അതില്ല. അപ്പം ഇപ്പൊ തന്നെ പോയിട്ട് എല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതിലോട്ടുള്ള യാത്ര ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും പറയും കിടു വീഡിയോസ് ആണ്, വിയറ്റ്നാം ആണ്. അപ്പൊ എല്ലാരും എത്തിയിട്ടില്ല. 2 വർഷത്തിന് ശേഷം ഒരു മലയാളം വ്ലോഗുകളൊക്കെ ഇവിടെ എത്തി. ആരും ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മൾ നോക്കിയാലോ നമുക്ക് ഇത്ര കിട്ടി, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഒരു കിടു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരെ പാമ്പറച്ചി മറക്കണ്ട. ബൈ ബൈ.